അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 31 മുതൽ ഉള്ള വചനങ്ങൾ. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ. നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും ദൈവത്തിൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. നാം ഇപ്പോൾ ധ്യാനിക്കുവാൻ പോകുന്നത് നമ്മുടെ ഹൃദയത്തെ വല്ലാതെ സ്പർശിക്കുന്ന ഒരു വചനഭാഗമാണ്. അപ്പോസ്തലപ്രവൃത്തികളിൽ പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലെ സഭാമൂപ്പന്മാരോട് പറയുന്ന ഒരു പ്രസ്താവന ആണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈ വചനത്തിൽ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ്റെ ഹൃദയം നമുക്ക് കാണാം. കേവലം ഒരു ഉപദേശം കൊടുക്കുന്ന ഒരു ഉപദേശകനെ മാത്രമല്ല, ഒരാത്മീയ പിതാവിൻ്റെ കണ്ണുനീരും ഇടയൻ്റെ കരുതലും യഥാർത്ഥ ദൈവദാസൻ്റെ വിശ്വാസവുമെല്ലാം ഈ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഉണർന്നിരിപ്പീൻ എന്ന് പൗലോസ് പ്രബോധിപ്പിക്കുകയാണ്. ഉറങ്ങുന്ന ഒരു മനുഷ്യന് തൻ്റെ ചുറ്റും എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയില്ല. അതുപോലെ ആത്മീയമായി ഉറങ്ങിപ്പോയാൽ പാപത്തിൻ്റെ അപകടം, ലോകത്തിൻ്റെ വഞ്ചന, ദുരുപദേഷ്ടാക്കന്മാരുടെ ആക്രമണങ്ങൾ, ഇതൊന്നും ഒരു ദൈവവേദന തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല. ഇന്ന് ലോകവും പിശാചും ജഡവും എല്ലാം ചേർന്ന് മനുഷ്യനെ, അവൻ്റെ ആത്മാവിനെ മയക്കുന്ന, ഉറക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ, പാപത്തിൻ്റെ ഇമ്പങ്ങൾ, ആകർഷണങ്ങൾ, ആത്മീയ അഹങ്കാരം, ഉന്നതഭാവം, ഇതെല്ലാം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് ക്രമേണ അകറ്റിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവം തൻ്റെ ജനത്തോട് പറയുന്നു, ഉണർന്നിരിപ്പീൻ, പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കണം, വിശുദ്ധ ജീവിതം നയിക്കുവാൻ വേണ്ടി ഉണർന്നിരിക്കണം, വചനം ധ്യാനിക്കുവാൻ വേണ്ടി ഉണർന്നിരിക്കണം, ക്രിസ്തുവിൻ്റെ വരവനായി നാം ഉണർന്നിരിക്കണം. നമുക്കെല്ലാവർക്കും അറിയാം, രാത്രിയിൽ കാവൽക്കാരൻ ഉറങ്ങിപ്പോയാൽ തീർച്ചയായും വലിയ അപകടമുണ്ടാകും. വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർ ഉറങ്ങിപ്പോയാൽ അപകടം നിശ്ചയമാണ്. അത് പ്ലെയിനാകട്ടെ, കപ്പലാകട്ടെ, റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളാകട്ടെ, ഏതു വാഹനവും അത് നിയന്ത്രിക്കുന്ന ആളുകൾ മയങ്ങുകയോ ഉറങ്ങുകയോ ചെയ്താൽ അവർക്ക് മാത്രമല്ല, ആ വാഹനത്തിലുള്ള എല്ലാവർക്കും അപകടത്തിനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. വീണ്ടും പൗലോസ് പറയുന്നു, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്ന വാക്കുകൾ ഓർത്തുകൊള്ളണം. ഇവിടെ നാം ശരിക്കും കാണുന്നത് യഥാർത്ഥ ശുശ്രൂഷയുടെ ഒരവസ്ഥയാണ്. ഇന്ന് ധാരാളം പ്രസംഗങ്ങളുണ്ട്, എന്നാൽ കണ്ണുനീരുള്ളവർ കുറവാണ്. വചനം നന്നായിട്ട് അവതരിപ്പിക്കുന്നവരുണ്ട്, എന്നാൽ ആത്മഭാരത്തോടുകൂടി വചനം വിളമ്പുന്നവർ വളരെ കുറവാണ്. ഒരമ്മ തൻ്റെ മകനെ ഓർത്ത് കരയുന്നത് പോലെ കണ്ണുനീരോടെ വിതയ്ക്കുകയാണ് പൗലോസ് അപ്പോസ്തലൻ. സ്നേഹമില്ലാത്ത ശുശ്രൂഷകൾ, ഭാരമില്ലാത്ത ശുശ്രൂഷകൾ കേവലം ശബ്ദ കോലാഹലം മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് സഭയ്ക്ക് ആവശ്യം കഴിവും വാക്ചാതുര്യവും വചനപാണ്ഡിത്യവും ഉള്ളവരെയല്ല, കണ്ണുനീരോടുകൂടി വിതയ്ക്കുന്നവരെയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അവസാനം ദൈവത്തിലും ദൈവത്തിൻ്റെ കൃപയുടെ വചനത്തിലും വിശ്വാസികളെ ഭരമേൽപ്പിക്കുന്നു. പൗലോസിനറിയാമായിരുന്നു എഫെസോസിലുള്ള
വിശുദ്ധന്മാരോടുകൂടെ തനിക്കെപ്പോഴും നിൽക്കുവാൻ കഴിയുകയില്ല. മനുഷ്യൻ എന്നുള്ള നിലയിൽ നാം എല്ലാവരും പരിമിതിയുള്ളവരാണ്. എന്നാൽ ലോകം മാറിയാലും മനുഷ്യർ മാറിയാലും സാഹചര്യങ്ങൾ മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും എല്ലാ ദൈവമക്കളെയും പൗലോസ് ഭരമേൽപ്പിക്കുന്നു. തകർന്ന ഹൃദയത്തെ സൗഖ്യമാക്കുവാൻ, വീണുപോയവരെ ഉയർത്തുവാൻ, ദുർബലനെ ശക്തിപ്പെടുത്തുവാൻ കഴിയുന്നതാണ് കൃപയിൽ വചനത്തിൽ ഭരമേൽപ്പിക്കുക എന്നതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഉണർന്നിരിക്കണം. ആത്മീയ ഉറക്കത്തിൽ നാം വീണു പോകരുത്. സ്നേഹത്തോടെ, ആത്മഭാരത്തോടെ, കണ്ണുനീരോടെ നാം ശുശ്രൂഷിക്കണം. അത് നമുക്ക് അനുഗ്രഹമാണ്. ഇങ്ങനെയുള്ള വ്യക്തികളെ ദൈവം അന്വേഷിക്കുന്നു. കണ്ണുനീരുള്ളവരെ, പ്രാർത്ഥിക്കുന്നവരെ, ദൈവ വചനത്തിൽ ഉറച്ചു നിൽക്കുന്നവരെ, ദൈവത്തിലും ദൈവത്തിൻ്റെ കൃപയുടെ വചനത്തിലും പൂർണ്ണവിശ്വാസമുള്ള വിശുദ്ധന്മാരെ നമുക്കങ്ങനെ ആയിത്തീരാൻ കർത്താവ് കൃപ തരട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങളിന്ന് ചിന്തിച്ച ദൈവത്തിൻ്റെ വചനം പോലെ, അപ്പോസ്തലനായ പൗലോസിനെ പോലെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി ജീവിക്കുവാൻ കൃപ നൽകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം